അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഡ്രോണുകൾക്ക് 100% താരിഫ് ഏർപ്പെടുത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദേശീയ സുരക്ഷ ഉൾപ്പെടെ കണക്കിലെടുത്താണ് നീക്കമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു. സെപ്റ്റംബർ 3 മുതൽ താരിഫ് നിലവിൽ വരും. 25 കിലോഗ്രാമിലേറെ ഭാരം വരുന്ന ഡ്രോണുകൾക്കും ഘടകഭാഗങ്ങൾക്കുമായിരിക്കും 100% താരിഫ് ചുമത്തുക. ഡ്രോൺ ഡോക്കിംഗ് സ്റ്റേഷനുകൾക്കും തെർമൽ ക്യാമറകൾക്കും 100% താരിഫ് ബാധകമാകും. 25% താരിഫായിരിക്കും ചെറു ഡ്രോണുകൾക്ക് ചുമത്തുക. രാജ്യസുരക്ഷാ വിഷയങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് പുതിയ താരിഫ് നടപടിക്ക് ട്രംപ് നൽകുന്ന വിശദീകരണം. ഇറക്കുമതി ചെയ്ത ഡ്രോണുകൾ വിവിധ മേഖലകളിൽ പ്രയോജനപ്പെടുത്തുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന നിരീക്ഷണങ്ങൾ നടത്താൻ സാധ്യതയുണ്ടെന്നും വിവരങ്ങൾ ചോരാൻ അവസരമൊരുക്കുമെന്നും സൈന്യം വിശദീകരിച്ചിരുന്നു. ഡ്രോൺ വിപണിയുടെ 2/3 ഭാഗം കൈയാളുന്നത് ചൈനീസ് കമ്പനിയായ DJI ആണ്. 2022 അമേരിക്ക ചില നിയന്ത്രണങ്ങൾ കമ്പനിക്ക് ഏർപ്പെടുത്തിയെങ്കിലും പിന്നീട് പിൻവലിച്ചു. നിർബന്ധിത തൊഴിലുമായി ബന്ധപ്പെട്ട് ട്രംപ് ചൈനയ്ക്ക് അധിക താരിഫ് ചുമത്തിയിരുന്നു. ഈ നീക്കത്തിന് തിരിച്ചടിയായി ചൈന അമേരിക്കയിലേക്കുള്ള ഡ്രോൺ കയറ്റുമതി നിയന്ത്രിച്ചു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഡ്രോണുകളുടെ ആഭ്യന്തര ഉത്പാദനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നടപടി. സെപ്റ്റംബർ 3 മുതൽ താരിഫ് നിലവിൽ വരും. ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന ഡ്രോണുകൾ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രയോജനം ചെയ്യുമെന്ന് ഫെഡറൽ കമ്മ്യൂണിക്കേഷൻസ് കമ്മീഷൻ 2025 റിപ്പോർട്ടും നൽകിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.